നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടക്കാൻ പോകുന്ന LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹിമാലയം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പാർട്ട് 3 ഹിമാലയം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പാർട്ട് 3 ഭാഗമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ ഹിമാചൽ, സിവാലിക്, അതുപോലെ തന്നെ ചുരങ്ങളുമാണ്. ഹിമാചലും സിവാലിക്കും ചുരങ്ങളുമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹിമാചൽ, ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. അല്ലേ സുഹൃത്തുക്കളെ, ഹിമാദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഈ ഗ്രേറ്റർ ഹിമാലയത്തിന്റെ താഴ്ഭാഗത്താണ് ഹിമാചൽ കാണപ്പെടുന്നത്. അപ്പൊ മുകളിലോട്ടാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? വടക്കെന്ന് പറയുന്നു. താഴേക്കാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? തെക്കെന്ന് പറയുന്നു. അപ്പൊ തെക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടുള്ള ഭാഗമാണ്, അല്ലെ? അപ്പോ നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴ്ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചലാണ്. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്, ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഗ്രേറ്റർ ഹിമാലയയുടെ തൊട്ടു താഴെ കിടക്കുന്നതുകൊണ്ടാണ് അവനെ ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിന്റെ ഭാഗമായാണ്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചലിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഒരു ഭാഗത്താണ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് ധൗലാധർ എന്നാണ്. പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്ന് ചോദിച്ചാൽ അത് ധൗലാധർ എന്നാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ ഏകദേശം എന്താ ഈ ഒരു ഭാഗം വരും. അപ്പൊ ഇവിടെ ഹിമാചൽ അറിയപ്പെടുന്ന പേരാണ് നാഗ്തിബ എന്ന്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം എത്ര സുഹൃത്തുക്കളെ? 3000 മീറ്റർ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചൽ പർവ്വതനിര. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാചലാണ്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളെല്ലാം കാണപ്പെടുന്നത് ഹിമാചലിന്റെ ഭാഗമായാണ്. ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേരെന്ന് ചോദിച്ചാൽ അതാണ് ധൗലാധർ. അപ്പോൾ ധൗലാധർ എന്ന പേരിൽ ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഹിമാചലാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഉത്തരാഖണ്ഡിൽ ഹിമാചൽ അറിയപ്പെടുന്ന പേര് നാഗ്തിബ എന്നാണ്. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. പഠിക്കുക. ഹിമാചലിലെ പ്രധാന പർവ്വതനിരകളാണ് പീർ പാഞ്ചൽ പർവ്വതനിര, ധൗലാധർ പർവ്വതനിര, മഹാഭാരത പർവ്വതനിര. മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാചലിന്റെ ഭാഗമായി വരുന്ന പ്രധാന പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ പീർ പാഞ്ചൽ പർവ്വതനിര, ധൗലാധർ പർവ്വതനിര, അതുപോലെ മഹാഭാരത പർവ്വതനിര. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈസി ആയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, ഹിമാചലിലെ പർവ്വതനിര ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേ പഠിക്കുക HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. അപ്പോ ഹിമാചലിലെ പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കാനുള്ളത്? HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചലാണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗലാധറിനെ സൂചിപ്പിക്കുന്നു. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിര. അതാണ് കേട്ടോ. ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിരയാണ് ഭരതൻ എന്ന് പറഞ്ഞത്. അതുപോലെ പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീർ പാഞ്ചൽ പർവ്വതനിര. പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീർ പാഞ്ചൽ പർവ്വതനിര. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കോഡ് മാത്രം പഠിച്ചാൽ മതി. HD ഭരതൻ പഞ്ചറായി എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചല്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൗലാധർ ആണ്, ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത പർവ്വതനിരയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീർ പാഞ്ചലിനെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഹിമാചലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങളാണ് പൈൻ, ഓക്ക്, ദേവദാരു. പ്രീവിയസ് ആണ്. ഹിമാചലിൽ കാണപ്പെടുന്ന
പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പൈൻ, ഓക്ക്, ദേവദാരു എന്നിവയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ്. ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മൊസൂറി, നൈനിറ്റാൾ, അൽമോറ. അപ്പൊ ഹിമാചലിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മസൂറി, നൈനിറ്റാൾ, അൽമോറ. ഒന്നുകൂടി പറയാം. ഹിമാചലിന്റെ ഭാഗമായി വരുന്ന സുഖവാസ കേന്ദ്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ, ഷിംല, കുളു, മണാലി, ഡൽഹൌസി, ഡാർജിലിംഗ്, മുസൂറി, നൈനിറ്റാൾ, അൽമോറ എന്നിവയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചലിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട താഴ്വരകളെ പറ്റിയാണ് കേട്ടോ. ഹിമാചലിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട താഴ്വരകളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് കുളു താഴ്വര. ആദ്യമായി നമുക്ക് പഠിക്കുന്നത് ഏതാ സുഹൃത്തുക്കളെ? കുളു താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വര. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളു താഴ്വരയിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലി. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് നദി. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് 4 പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലി താഴ്വരയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് നദിയാണ്. ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ ബിയാസ് നദി പഠിക്കുക. കാശ്മീർ താഴ്വര ഹിമാദ്രിക്കും പീർപാഞ്ചൽ പർവ്വതനിരക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹിമാദ്രി എന്ന് പറയുന്ന മലനിരയ്ക്ക് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഈ ഹിമാചലിന്റെ ഭാഗമാണ് പീർപാഞ്ചൽ പർവ്വതനിര. അപ്പോൾ ഹിമാചലിന്റെ ഭാഗമായുള്ള പീർപാഞ്ചൽ പർവ്വതനിരയ്ക്കും അതുപോലെ തന്നെ ഹിമാദ്രിക്കും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട താഴ്വരയുണ്ട്. അതാണ് നമ്മുടെ കാശ്മീർ താഴ്വര. അപ്പോൾ ഹിമാദ്രിക്കും പീർപാഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര എന്ന് ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ് ആണ്. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ സോനാമാർഗ് ആണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ സോനാമാർഗില് സന്ധ്യാസമയത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിളങ്ങും കേട്ടോ. ഐസിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് മെഡോ ഓഫ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് സോനാമാർഗ് ആകുന്നത്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മാസായവർക്ക് റാണിയാവാൻ പറ്റൂ. സുഖവാസ കേന്ദ്രത്തിന്റെ റാണിയാവണമെങ്കിൽ മാസ് വേണമെന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോ മസൂറി സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആവണമെങ്കിൽ മാസ് വേണം. മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ആദ്യമായി നമ്മൾ പറഞ്ഞത് കുളു താഴ്വരയെ പറ്റിയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്. ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്. മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബിയാസ് നദി. അടുത്തതായി നമ്മൾ നോക്കിയത് കാശ്മീർ താഴ്വരയെ പറ്റിയാണ്. ഹിമാദ്രിക്കും പീർപാഞ്ചൽ പർവ്വതനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് പറയുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആവണമെങ്കിൽ നല്ല മാസ് വേണമെന്ന് പഠിക്കുക. അപ്പം മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. പഠിക്കുക. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട താഴ്വരകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന താഴ്വരകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് കൂടുതലായും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാംഗ്ര വാലി, കുളു വാലി, മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി. അപ്പോൾ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട താഴ്വരകൾ ചോദിച്ചു കഴിഞ്ഞാല് കാംഗ്ര വാലി, കുളു വാലി,
മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി. ഒന്നുകൂടി പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രധാന താഴ്വരകൾ കാംഗ്ര വാലി, കുളു വാലി, മണാലി വാലി, ലഹൂൾ വാലി, സ്പിത്തി വാലി പഠിക്കുക. ഇതില് കുളു വാലിയും മണാലിയും ലഹൂളും സ്പിത്തിയും കാംഗ്രയും ഒക്കെ PSC പ്രീവിയസ് ആയി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന താഴ്വരകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്ന താഴ്വരകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഡ് അങ്ങ് പഠിച്ചു വെക്കുക. ആ കോഡ് ഇത്രയേ ഉള്ളൂ. HL കുസ്മം, കുസുമമല്ല, HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. നമുക്ക് എക്സ്പാൻഷൻ നോക്കാം. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചലിനെ സൂചിപ്പിക്കുന്നു. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹൂൾ വാലി, കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു വാലി, സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി, സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി, മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി വാലി, അതുപോലെ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംഗ്ര വാലി പഠിക്കുക. ഒന്നുകൂടി കോഡ് പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. HL കുസ്മം കാമാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചല്, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹൂൾ വാലി, കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു വാലി, സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിത്തി വാലി, മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണാലി വാലിയെ സൂചിപ്പിക്കുന്നു. കാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംഗ്ര വാലിയെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഈ ഭാഗത്ത് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹിമാലയത്തിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള സിവാലിക്കിനെ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഹിമാദ്രിയെ പറ്റിയാണ്. അതിനുശേഷം നമ്മൾ ഹിമാചലിനെ പറ്റി പറഞ്ഞു. ഇപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവാലിക്കിനെ പറ്റിയിട്ടാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര. കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് സിവാലിക് പർവ്വതനിര. സിവാലിക് പർവ്വതനിര പോകുന്നത് പോലെ തന്നെ ആര് പോകുന്നുണ്ട്? ഹിമാചലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആര് പോകുന്നുണ്ട്? ഹിമാദ്രിയും പോകുന്നുണ്ട്. അപ്പോ ഏറ്റവും ഔട്ടർ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരയാണ്. മുകളിലോട്ട് പോകും തോറും നമുക്കറിയാം വടക്കിലോട്ട് നമ്മൾ പോകും, താഴേക്ക് പോകും തോറും നമ്മൾ തെക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പർവ്വതനിരകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരകളാണ്. ഏറ്റവും താഴ്ഭാഗത്ത് ഹിമാലയത്തിന്റെ ഏറ്റവും എൻഡ്, അതായത് ഹിമാലയം ഇങ്ങ് താഴെ എത്താറാവുമ്പോഴുള്ള ഹിമാലയത്തിന്റെ പർവ്വതനിരകൾ അറിയപ്പെടുന്ന പേരാണ് സിവാലിക് പർവ്വതനിരകൾ. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം എന്താണ്? ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയാണ്. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കറിയാം ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. കാരണം ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും വടക്ക് വശത്താണ്. അതായത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉള്ളിലല്ലേ സുഹൃത്തുക്കളെ ഹിമാദ്രി ഇരിക്കുന്നത്. സുഹൃത്തുക്കൾ ചിത്രത്തിലേക്കും ശ്രദ്ധിച്ച്, ഇതാണല്ലോ നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉൾഭാഗത്തിലല്ലേ സുഹൃത്തുക്കളെ ഇരിക്കുന്നത്. ഏറ്റവും ഉൾഭാഗത്താണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇന്നർ ഹിമാലയം എന്ന പേരിൽ വിളിക്കുന്നത്. എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇന്നർ ഹിമാലയം എന്ന പേരിൽ. എന്നാൽ സിവാലിക്ക് നോക്കിയേ, ഏറ്റവും പുറം ഭാഗത്തല്ലേ ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ സിവാലിക്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചാൽ സിവാലിക്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയിട്ട് സിവാലിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് മലനിരകളാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചാൽ അത് സിവാലിക് ആണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരകൾ എന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ്. അതിന്റെ കാരണം വേറെ ഒന്നും സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ ആക്ടിവിറ്റി നടക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് സിവാലിക് ആണ് കേട്ടോ. അതായത് ഫലക ചലനങ്ങള് കൂടുതലായിട്ട് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാലയത്തിന്റെ സിവാലിക് പ്രദേശത്താണ്. അതുകൊണ്ടാണ് സിവാലിക് പ്രദേശത്ത് കൂടുതലായിട്ട് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നത്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക് ആണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഇവിടെയാണ് നമ്മുടെ ഗംഗാ സമതലം വരുന്നത്. ഇങ്ങനെ വരുന്നു ഗംഗാ സമതലം. അപ്പോൾ ഈ ഗംഗാ സമതലത്തിന് സമാന്തരമായിട്ട് എങ്ങനെ ഗംഗാ സമതലം പോകുന്നോ അതേ രീതിയിൽ സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് സിവാലിക് പർവ്വതനിരയാണ്. തട്ടുതട്ടായ കൃഷി രീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക് ആണ്.
തട്ടുതട്ടായ കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം ചോദിച്ചാൽ അത് സിവാലിക്കാണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിര. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിവാലിക്കാണ്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന മലനിരകൾ ചോദിച്ചാൽ സിവാലിക് മലനിരകൾ. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര സിവാലിക് പർവ്വതനിര. ഗംഗാ സമതലത്തിൽ സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ പർവ്വതനിര ചോദിച്ചാൽ സിവാലിക്കാണ്. തട്ടുതട്ടായുള്ള കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗം സിവാലിക്കാണ്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. പഠിക്കുക. ഹിമാലയൻ നദികൾ ശിവാലിക് പർവ്വതനിരയെ മുറിച്ചു കടക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും ശിവാലിക് തുടർച്ച നഷ്ടപ്പെടുന്നു. ഹിമാലയൻ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ശിവാലിക്കിനെ മുറിച്ചു കടന്നിട്ടാണ് എങ്ങോട്ട് വരുന്നത്? ഗംഗാ സമതലത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ സമതല പ്രദേശത്ത് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഈ ശിവാലിക് പർവ്വതനിരകൾക്ക് തുടർച്ച കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ശിവാലിക് പർവ്വതനിരകളിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും കേട്ടോ. അതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ നദികൾ ശക്തമായിട്ട് ഒഴുകുന്നതുകൊണ്ട് തന്നെ അപരദന പ്രക്രിയ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ശിവാലിക്കിന്റെ ആ ഭാഗത്ത് തുടർച്ച എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ശിവാലിക് താഴ്വര മേഖല. ശരിയാണല്ലേ? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് നദികൾ എവിടെ നിന്ന്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഈ നദികളെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്നത് ശിവാലിക് പർവ്വതനിരകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവാലിക് പർവ്വതനിരകൾക്ക് തുടർച്ചയില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ കൊണ്ടുവരുന്ന നദികളിൽ നിന്നും നിക്ഷേപിക്കപ്പെടുന്ന അവസാദങ്ങളുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ അത് അടിഞ്ഞുകൂടിയിട്ടാണ് ശിവാലിക് പർവ്വതനിരയുടെ താഴ്വരകള് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണ് നല്ല ഫലപുഷ്ടിയായിരിക്കും. ശിവാലിക്കിന്റെ ഭാഗമായുള്ള പർവ്വതനിരകളാണ് ദാൽഫ പർവ്വതനിര, മിറി പർവ്വതനിര, മിഷ്മി പർവ്വതനിര, അംബോർ പർവ്വതനിര. ഇത് ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി വരുന്ന പർവ്വതനിരകൾ ചോദിച്ചു കഴിഞ്ഞാല് ദാൽഫ പർവ്വതനിര, മിറി പർവ്വതനിര, മിഷ്മി പർവ്വതനിര, അംബോർ പർവ്വതനിര. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹിമാലയൻ നദികള് ശിവാലിക് പർവ്വതനിരയെ മുറിച്ചു കടക്കുന്നത് കൊണ്ട് പലയിടങ്ങളിലും ശിവാലിക് പർവ്വതനിരയ്ക്ക് തുടർച്ച ഇല്ല, അല്ലെങ്കിൽ നഷ്ടമാകുന്നു എന്ന് പഠിക്കുക. പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികള് ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കൽ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ശിവാലിക് പർവ്വതനിരയുടെ താഴ്വരകള്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അത് ദാൽഫ, മിറി, മിഷ്മി, അംബോർ എന്നിവയാണ്. പഠിക്കുക. ഇനി ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കോഡ് ഉപയോഗിക്കുന്നത്. കോഡ് ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഡാംസ് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ശിവാലിക് പർവ്വതനിരയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാംസ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽഫ പർവ്വതനിര, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബോർ പർവ്വതനിര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പർവ്വതനിരകൾ വരുന്നുണ്ട്, മിറിയും അതുപോലെ തന്നെ മിഷ്മി പർവ്വതനിരകള്. മിറിയും മിഷ്മി പർവ്വതനിരകള്. അതുപോലെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. അപ്പോ ശിവാലിക് പർവ്വതനിരയിലെ പർവ്വതങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ ഡാംസ് എന്നങ്ങ് പഠിച്ചു വെക്കുക. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽഫ പർവ്വതനിര, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബോർ പർവ്വതനിര, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറി, മിഷ്മി പർവ്വതനിരകള്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്കിനെ സൂചിപ്പിക്കുന്നു. ഇത് 2-3 തവണ സുഹൃത്തുക്കൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. എഴുതി പഠിച്ചതിന് ശേഷം ഈ കോഡ് കൂടി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിലിരുന്നോളം പഠിക്കുക. ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്നതും നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ട് കാണപ്പെടുന്നത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ ശിവാലിക് പർവ്വതനിര പോകുന്നതെന്ന് കരുതുക. ആ ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ട് ലംബമായിട്ട് കാണപ്പെടുന്ന നീളമേറിയ വിസ്തൃതമായിട്ട് ഇതാ ഇങ്ങനെ താഴ്വരകൾ കാണപ്പെടും. ഇത്തരം താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂണുകൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? ഡ്യൂണുകൾ എന്ന്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി കാണപ്പെടുന്ന ഡ്യൂണുകളാണ് ഡെറാഡൂണ്, കോട്ട്ലി ഡൂണ്, പാട്ടിലി ഡൂണ്. പറക്കല്ലേ, ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായി കാണപ്പെടുന്ന ഡൂണുകളാണ് ഡെറാഡൂണ്, കോട്ട്ലി ഡൂണ്, പാട്ട്ലി ഡൂണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശിവാലിക് പർവ്വതനിര കടന്നു പോകുന്നുണ്ട്. ഈ ശിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ കാണപ്പെടുന്നുണ്ട്. ഇത്തരം താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂണുകൾ എന്ന്. ശിവാലിക് പർവ്വതനിരയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡൂണുകളാണ് ഡെറാഡൂണ്, കോട്ട്ലി ഡൂണ്, അതുപോലെ തന്നെ പാട്ട്ലി ഡൂണ്. പഠിക്കുക. ശിവാലിക് പർവ്വതനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇതിൽ തേയില ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ശിവാലിക് പർവ്വതനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ചോദിച്ചു കഴിഞ്ഞാൽ
ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, തേയില, ഓറഞ്ച് എന്നിവയാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മലനിര ചോദിച്ചാൽ അത് ആസാം മലനിരയാണ്. പഠിച്ചോളണേ, തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മലനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാം മലനിരകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സിവാലിക് പർവ്വനിരയുടെ ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതമായ താഴ്വരകളാണ് ഡ്യൂണുകൾ. സിവാലിക് പർവ്വനിരയുടെ ഭാഗമായുള്ള ഡ്യൂണുകളാണ് ഡെറാഡൂണ്, കോട്ട്ലി ഡൂണ്, പാട്ട്ലി ഡൂണ്. സിവാലിക് പർവ്വനിരയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തേയിലയാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. തേയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസാം മലനിരകളാണ്. പഠിക്കുക. അടുത്തതായാണ് PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചുരങ്ങളാണ്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ചുരങ്ങൾ. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് ചുരം എന്ന് പറയുന്നത്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ അല്ലെങ്കിൽ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് സുഹൃത്തുക്കളെ? ചുരങ്ങൾ എന്ന്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ടാണ് ഖൈബർ ചുരം. എന്താണ് ഖൈബർ ചുരം? PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചുരമാണ് കേട്ടോ, ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോലൻ ചുരവും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലാൻഡ് ഓഫ് പാസസ് അല്ലെങ്കിൽ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ലഡാക്ക് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. അതുപോലെ തന്നെ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഇത്രയും. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. ഒന്നും കൂടി പറയാം. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയെ സൂചിപ്പിക്കുന്നു. ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം, നാഥനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഥുല ചുരം, സോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം, ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. ഈസിയാണേ കോഡ്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ടെന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖല, ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം, നാഥനായത് എന്ന് പറഞ്ഞാൽ നഥുല ചുരം, സോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം, അതുപോലെ ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. പഠിക്കുക. ഇനി നമുക്ക് PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് പോയിന്റ്സിലേക്ക് കടക്കാം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരമാണ് നഥുല ചുരം. കൈലാസ തീർത്ഥാടനത്തിനായിട്ട് ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നഥുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നഥുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നഥുല ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്ലജിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം നഥുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് നഥുല ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ചുരങ്ങൾ പഠിക്കാം സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈസി ടിപ്പ് ഉപയോഗിച്ച് അങ്ങ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കില്ല.
ടിപ്പ് എപ്പോഴും സുഹൃത്തുക്കൾ പഠിക്കുന്ന സമയത്ത് ഈ ടിപ്പ് കൂടി ചേർത്ത് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പഠനം ഈസി ആകും. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഉത്തരം എത്തുന്നതാണ്. ഈ ടിപ്പ് കൂടി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സോജില ചുരം. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് അല്ലേ സുഹൃത്തുക്കളെ? സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ടിപ്പാണ്. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ഓക്കെ ആണ് സുഹൃത്തുക്കളെ? സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. അപ്പോ ടിപ്പ് കിട്ടിയേ. സോജില ചുരം എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ബനിഹാൽ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബനിഹാൽ ചുരം എവിടെയൊക്കെയാ ബന്ധിക്കുന്നത്? ജമ്മുവിനെയും തമ്മിലാണ്. ഇതിൽ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശ്രീനഗറിനെ സൂചിപ്പിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ശ്രീനഗറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ടിപ്പ് ഇത്രയേ ഉള്ളൂ. ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. എന്താ നമ്മൾ കോഡ് പറഞ്ഞത്? ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. അടുത്തതാണ് ഹർദുലങ്ക ചുരം. എന്താണ് ഹർദുലങ്ക ചുരം? ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഇത് പഠിക്കാനുള്ള ടിപ്പ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. എന്താണ്? ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോ ഖർദുലുങ്ക ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖർദുലുങ്ക ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ലേസിയയ്ക്ക് ഖർ ഉണ്ടെന്ന് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അടുത്തതാണ് ബാരാലാച്ച ചുരം. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ സുഹൃത്തുക്കളെ? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയുമാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ തമ്മിലാണ്? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഈസിയാണ് സുഹൃത്തുക്കളെ. ഒന്നുമില്ല, നമ്മള് ലാലേനെ ബാ എന്ന് പറഞ്ഞ് വിളിക്കണം. എങ്ങനെയാണ്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ, ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്താണ് ലാല. ലാലേനെ നമ്മൾ ബാ പോകാം എന്ന് പറഞ്ഞ് വിളിക്കൂലേ? അപ്പൊ ലാലേനെ ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാല് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അപ്പൊ എന്താ വിളിക്കാനുള്ളത്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അടുത്തതാണ് നദുല ചുരം. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ് അല്ലെ സുഹൃത്തുക്കളെ? നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഇത് പഠിക്കാൻ ഒരു ഈസി ഐഡിയ പറഞ്ഞുതരാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോൾ എന്താവും സുഹൃത്തുക്കളെ? നാസി എന്നാവൂലെ സുഹൃത്തുക്കളെ? നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോ നാസി എന്നാവും. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികള് ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നദുല ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഈസി ആയിട്ട് കിട്ടിയേ. നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേർത്ത് നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. ടീ എന്ന് വെച്ചാൽ ടിബറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോ നദുല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നദുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കേണ്ട ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? നദുലയുടെ നായ എടുക്കുക, സിക്കിമിന്റെ സി എടുക്കുക. അപ്പോൾ നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികളെ ടീ കുടിക്കുമെന്ന് പഠിക്കുക. ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ് ആണ്. അടുത്തതാണ് ജെപ്ല ചുരം. എന്താണ് ജെപ്ല ചുരം? ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയെയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും അതുപോലെ തന്നെ ലാസയുമാണ്. സുഹൃത്തുക്കളെ, ഇത് പഠിക്കാനുള്ള ടിപ്പ് ഒന്നുമില്ല. ഈ ലസ്സി ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ലസ്സി നമ്മളെ ഈ തൈര് വെച്ചുണ്ടാക്കുന്ന ഒരു പാനീയമാണ് അല്ലെ ലസ്സി. ഈ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. അപ്പോ ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയിനുമാണ്. നമ്മുടെ കോഡ് എന്താണ്? ലസ്സി, അതായത് ഈ
നോർത്ത് ഇന്ത്യക്കാരൊക്കെ കുടിക്കുന്ന ഒരു പാനീയമാണ് ലസ്സി എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ തൈര് ജലം ചേർത്ത് നിർമ്മിക്കുന്ന ഒരു പാനീയമാണ്. അപ്പോ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ജലം വേണമെന്നങ്ങ് പഠിക്കുക. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം സുഹൃത്തുക്കളെ? ജലം വേണമെന്നങ്ങ് പഠിക്കുക. അപ്പോ ജെപ്കില ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജെപ്കില ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. ടിപ്പ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്? ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. പഠിക്കുക. അടുത്തതാണ് ലിപുലേക്ക് ചുരം. എന്താണ് ലിപുലേക്ക് ചുരം? ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. അടുത്തതാണ് ബോംഡില ചുരം. എന്താണ്? ബോംഡില ചുരം. അടുത്ത ചുരമാണ് ബോംഡില ചുരം. ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത്. ഇതിൽ ടിബറ്റിനെ നമ്മൾ എപ്പോഴും ടി എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ടിപ്പ്. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നമ്മുടെ ഈസി ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു, അല്ലെങ്കിൽ അരുൺ ബോണ്ടയും ടീയും കഴിച്ചു എന്ന് പഠിച്ചാലും മതി. അരുണ് ബോണ്ടയും ടീയും കഴിച്ചു എന്നങ്ങ് പഠിച്ചാലും മതി. അപ്പോ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് ദിഹാങ് ചുരം. ദിഹാങ് ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. എന്താ പേരന്റെ? ദിഹാങ് ചുരം. പഠിക്കുക. അപ്പോ ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ മാണ്ഡിലെയുമാണ്. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയുമാണ് ആര് ബന്ധിപ്പിക്കുന്നത്? ദിഹാങ് ചുരം. ആരാണ്? ദിഹാങ് ചുരം. ഇത്രയുമായിരുന്നു നമ്മുടെ LGSലെ ഹിമാലയം പാർട്ട് 3യിൽ നമ്മൾ പഠിച്ചത്. ഇതിൽ ഹിമാചലുണ്ട്, സിവാലിക്കുണ്ട്, ചുരങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഇനി 2-3 ചുരങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ എടുത്തു പഠിക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.